പ്രവീൺ പ്രണവ് ഇഷ്യൂവിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇത് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഈ ഒരു കണ്ടന്റ് ട്രെൻഡിങ് കൊണ്ട് ഇന്ത്യ ഗേറ്റ് ആയതുകൊണ്ട് തന്നെ ഇനിയും കുറെ കാര്യങ്ങൾ ഇങ്ങനെ പൊങ്ങി വരും. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് നമുക്ക് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യേണ്ടതായിട്ടും വരും. ആൻഡ് എന്റെ വീഡിയോസിനകത്ത് സ്ഥിരം വരുന്ന 2 കമന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നേക്കുന്നു വലിയ നന്മമരമെന്ന്. യെസ് ഗൈസ്, കേരളത്തിൽ ഒരേ ഒരു നന്മമരമേ ഉള്ളൂ. ആ നന്മമരം ഞാനാണ്. നന്മയുള്ള ലോകം എന്ന പാട്ട് എഴുതിയത് തന്നെ എനിക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് രണ്ടാമത് പറയുന്ന മറ്റൊരു കാര്യമാണ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ പറയുന്ന പോലെ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ നീ മാത്രമാണ് ഇത്രയും വലിയ കൊണയടിക്കുന്നത്. യെസ് ഗൈസ്, എന്റെ കൊണയടി കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം എന്റെ വീഡിയോ കണ്ടാൽ മതി. ഞാൻ ഇതുവരെ നിങ്ങളുടെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ലല്ലോ. അപ്പൊ എനിക്കിവിടെ എന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആൻഡ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്റെ വീഡിയോ കാണുക. ആൻഡ് നിങ്ങളുടെ ലൈഫിലെ ഒരു ദിവസത്തെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു 10-15 മിനിറ്റ് എന്റെ വീഡിയോ കാണാൻ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊണയടി കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും ഗൈസ്. അത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവിടുത്തെ ഈ ഒരു ലാസ്റ്റ് ഈ ഒരു ഇഷ്യൂവിന്റെ ഒരു എൻഡ് ക്ലൈമാക്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇപ്പം മഴവിൽ കേരളം എന്ന് പറയുന്ന മഴവിൽ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ആ ഒരു ചാനലിലാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സുകാരാണെങ്കിൽ ഇവർ ഒരു ഇഷ്യൂവിൽ ഇടപെട്ടിട്ട് അതിനോട് ആസ്പദമായിട്ട് ഇവർ അവിടുത്തെ ആണെങ്കിൽ ആ ഒരു മാഡം ആണെങ്കിൽ ഇവരുടെ അടുത്ത് ഫോൺ സംഭാഷണം നടത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് ഇവർ പറഞ്ഞുകൊണ്ട് നിർത്തിയേക്കുന്നത്. അപ്പം കൊച്ചു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് കൊച്ചിന്റെ ഭാഗം കൊച്ചു സംസാരിക്കുന്നത്. അതിലോട്ടൊക്കെ നമുക്ക് വരാം. അതിനു മുന്നേ കുറച്ച് സമയങ്ങൾക്ക് മുന്നേ, ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ നമ്മുടെ ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് വന്നതിന് ശേഷം 6:30ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത് എപ്പോൾ അപ്ലോഡ് ആവുന്നതെന്നത് എനിക്കറിയത്തില്ല. ഇവിടുത്തെ റേഞ്ച് ഇഷ്യൂ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ വന്നിരിക്കുന്ന ആ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഞാനും എന്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി. അല്ല, നിങ്ങൾ ഈ വീഡിയോ ഇട്ടത്, നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കരുണ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ഇട്ടത്. ഫസ്റ്റ് തിങ്. ഇനി ബാക്കി വായിക്കുമ്പോഴത്തേക്കിന് നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിയിങ് നടത്തുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ എല്ലാ വീഡിയോസിനാണെങ്കിലും ഈ പറയുന്ന റെഗുലർ വീഡിയോസിനാണെങ്കിലും ഒരു 4 തൊട്ട് 8 ലക്ഷം വരെയുള്ള ഒരു ആവറേജ് വ്യൂവർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ ഒരു ഇഷ്യൂ ആൾക്കാർ കമന്റ് ബോക്സിൽ അത് ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വന്ന് പറയാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിലോട്ട് ഞാൻ വരാം. ഇപ്പൊ ഇത് വെച്ച് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെന്താണുള്ള കാര്യം അതിലോട്ട് ഞാൻ വരാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി ഇട്ടേക്കുന്ന സാധനം, ഞാൻ അൺമാസ്കിംഗ് ഒരു വീഡിയോ ഇട്ടതും എന്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിയിങ് നടന്നത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. വൈഫിന് വന്ന സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇവരുടെ വീഡിയോസിൽ അച്ഛനമ്മ ഇവരെ കാണാതായപ്പോഴത്തേക്കിന് ആൾക്കാർ കമന്റ് ബോക്സിലൂടെ, മാനസിക രോഗികളായിട്ടുള്ള കുറെ ആൾക്കാർ കമന്റ് ബോക്സിലൂടെ പറയാൻ തുടങ്ങി. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അതിനൊരു മറുപടി വീഡിയോ ആയിട്ടാണ് ഇവർ വന്നത്. അവിടെ നിന്നാണ് ഈ വലിയ പ്രശ്നത്തിലോട്ട് എത്താനുള്ളൊരു കാരണമാവുന്നത്. ഈ മറുപടി വീഡിയോ ഇവർ ഇടുമ്പോഴത്തേക്കിന് ഇവർക്ക് പറയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇത്തരം ചില കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് എല്ലാ വീട്ടിലും ഉള്ള പോലെ. അപ്പൊ നിങ്ങൾ ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എൻഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ആൾക്കാർ മനസ്സിലാകുമ്പോൾ അതിനകത്ത് പിന്നെ ആരും ചെയ്യാൻ വരേണ്ട ഒരു ആവശ്യമില്ല. അത് അവിടെ തീർന്നേനെ. പിന്നീട് അത് വന്നതിന് ശേഷം പിന്നീട് അപ്പുറത്ത് കൊച്ചിന്റെ ഭാഗത്തുനിന്ന് വീഡിയോ വരുന്നു. അപ്പോഴത്തേക്കിന് ഇവിടെ മൃദുലേനെ എല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇത് സാധനം എടുത്ത് പിന്നെ ഇടേണ്ടി വരുന്നു. ഇത് നിങ്ങളുടെ ഭാഗത്തൊക്കെയാണ് ന്യായം എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ സംസാരിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിരുന്നത്. അപ്പം ഈ സാധനം അവരിലേക്ക് ഇട്ടുകൊടുത്ത മെയിൻ റീസൺ എന്ന് പറയുന്ന പ്രവീൺ എന്ന് തന്നെയാണ് എനിക്കിപ്പം പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഇതിന്റെ പേരിൽ എന്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിന്റെ നഷ്ടവും എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു. അങ്ങനെ പ്രവീൺ ആണെങ്കിൽ പ്രവീണിന്റെ വീഡിയോ ആണെങ്കിൽ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്, കൊച്ചുവിന്റെ വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായിരിക്കുമല്ലോ. അപ്പൊ ഇനി നമുക്ക് നേരെ ഈ മാഡം ഇവരുടെ അടുത്ത് സംസാരിക്കുന്നത്. ആദ്യം ഫസ്റ്റ് പ്രണവ് കൊച്ചുവിന്റെ അടുത്ത് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഞാൻ അടിച്ചു ചവിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തായാലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളാണ്. ഉറപ്പായിട്ടും അങ്ങനെ വീഴുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ 9 മാസം അടുപ്പിച്ച് ഗർഭിണിയായിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും വീഡിയോ എടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്. ഇവര് വ്ളോഗ് ചെയ്യത്തില്ല. സകലമാന സാധനങ്ങളും, ഇവിടുത്തെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇത് പ്ലാൻഡാണ്. അച്ഛനെ തല്ലിയതാണ് ബേസിക് പ്രശ്നം. ഓക്കെ, കൊച്ചി ഇപ്പൊ പറയുന്നത് ഇതെല്ലാം പ്ലാൻഡ് ആണ് ഇപ്പം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ തൊഴി കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിൽ പോയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു കാര്യം പറയട്ടെ. പല ആൾക്കാരും പറയുന്ന ഒരു സാധനമുണ്ട്, അങ്ങനെ ചവിട്ടിയെങ്കിൽ ഇവർക്ക് ഹോസ്പിറ്റലിൽ പോകത്തില്ല, അത്രയും ക്രൂഷ്യലായിട്ട് പിന്നീട് റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇവര് ഈ സമയത്ത് ചവിട്ടി എന്ന് പറയുന്ന സാധനത്തിന് വേദന എടുക്കാത്തതോ അല്ലെങ്കിൽ അതൊരു സീരിയസ് രീതിയിലേക്ക് പോവാത്തതോ ആണോ ആൾക്കാരുടെ പ്രശ്നം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ പറയാം, നമുക്ക് ചിലർക്ക് ഒരു അടി കിട്ടിയെന്നിരിക്കട്ടെ, ചിലപ്പോൾ എല്ലാ അടിയും വേദനിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മളെ ഒന്ന് തേമ്പി വിടുന്ന സാധനമാണെങ്കിൽ വലിയ വേദന ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ പുറമേ നോക്കുന്ന ആളെ അടിച്ചത് തന്നെ അല്ലേ.
അത് പിന്നീട് ഞാൻ അടിച്ചതല്ല, ഞാൻ ഇങ്ങനെ തേമ്പിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിനകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ കൊച്ചു പറഞ്ഞ കറക്റ്റ് കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഈ പറയുന്ന പോലെ അടിച്ചെങ്കിൽ അത്ര സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഹോസ്പിറ്റലിലൂടെ തന്നെയാണ് പോകുന്നത്. മേ ബി അങ്ങനെ ഒരു ആക്ട് ചെയ്താൽ തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഒരു ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ അച്ഛനും പറയുന്ന പ്രവീണും തമ്മിൽ വഴക്കുണ്ടായതിന്റെ ഇടയ്ക്ക് പിടിച്ചു മാറ്റാൻ കയറി, അങ്ങനെയാണ് ഇതിന്റെ ഇത്രയും കുറച്ചുകൂടെ വലിയ പ്രശ്നത്തിലോട്ട് മാറുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പ്രവീൺ പറഞ്ഞൊരു സാധനം എന്ന് വെച്ചാൽ ഇവര് പ്രൊമോഷൻ വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊച്ചു ഡിസ്റ്റർബ് ചെയ്തപ്പോൾ അങ്ങനെ ഇവര് തമ്മിൽ പ്രശ്നമായി എന്നുള്ളത്. അപ്പൊ അതിനിടയിൽ പിന്നെ അച്ഛൻ കയറി വരുന്നു. ഇതെന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി രണ്ടു കൂട്ടരും പറയുന്നതിനകത്ത് രണ്ടു കൂട്ടർ ഭാഗത്തും വലിയ കുറെ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ. എന്തായാലും ബാക്കി കൂടെ കേൾക്കാം. അദ്ദേഹത്തെ ഈ പ്രവീണിനെ വിളിച്ചിരുന്നു. നിങ്ങള് വ്ലോഗ് ചെയ്തതിന് നിങ്ങൾ ഇട്ടതിന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വീഡിയോ ചെയ്തതിന്റെ പുറത്താണ് ഇവര് വീഡിയോ ഇപ്പൊ ഇടുന്നത്. കാരണം ശരിയാണ്. അല്ല, ഡെലിവറി ആവുന്നതിന് മുമ്പുള്ള പ്രശ്നമാണ്. അതെ, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുമായിരുന്നു. അവരോട് വീഡിയോ വരാൻ പറഞ്ഞതുമാണ്. ഇതൊന്നും റെക്കോർഡിക്കലല്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രവീൺ ഒരു വീഡിയോയിൽ പറഞ്ഞു അവന് അഡ്രസ് ഇല്ല, അവന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കുഞ്ഞിന്റെ അഡ്രസ് കൊടുത്തേക്കുന്നത് എന്റെ വീട്ടിലെ അഡ്രസ് എന്റെ അമ്മയാണ്. അഡ്രസ്, താലൂക്ക്, വാർഡ് നമ്പർ, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് എന്റെ അമ്മയാണ്. അതിനുശേഷമാണ് അവർ ഈ ഒരു കാര്യം പറയുന്നത്. ഞങ്ങൾ ഒരു പ്രശ്നമില്ലായിരുന്നു. അതിനുശേഷം പ്രശ്നങ്ങളെ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് പറയുന്ന ഈ ഒരു അഡ്രസ്സിന്റെ സാധനം പറയുന്നുണ്ടല്ലോ, മെയിൻലി ഈ അഡ്രസ്സ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഈ പറയുന്ന ആൾക്കാരിലോട്ട് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ടെത്തിച്ചത്. കാര്യം ഇവർക്ക് ഫസ്റ്റ് ഈ നെഗറ്റീവ് വരുന്ന ഈ കൊച്ചു ആൻഡ് ഇവർക്ക് എല്ലാവർക്കും നെഗറ്റീവ് ഫസ്റ്റ് വരാനുള്ള ഈ അഡ്രസ്സ് ഇല്ലാത്ത, കുഞ്ഞിന് അഡ്രസ്സ് ഇല്ലാത്ത അവസ്ഥയാക്കി എന്ന് പറയുന്ന സാധനമാണ്. ഇതേ പ്രവീൺ തന്നെയാണ് പറയുന്നത്, സൈബർ ഇടത്തിലാണെങ്കിൽ എന്താ സോഷ്യൽ മീഡിയയിൽ നിന്ന് കരുണ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഇന്നത് ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കരുണയ്ക്ക് വേണ്ടിയാണ് ഈ അഡ്രസ്സ് ഇല്ല എന്നുള്ള സാധനം പറയുന്നത്. നിങ്ങൾക്ക് എന്നിട്ട് ആ പറഞ്ഞ സാധനമാണ് പിന്നീട് ഇപ്പുറത്തുനിന്ന് റിപ്ലൈ വന്നത്. പിന്നെ ഈ മൃദുലേശിക്കാണെങ്കിൽ ഇത്രയും അറ്റാക്ക് കാര്യങ്ങളൊക്കെ വന്നത്. അതിനുശേഷം പിന്നീട് നിങ്ങൾ വന്നിട്ട് യഥാർത്ഥ കാര്യം എന്താണെന്ന് സംസാരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ഇത്രയും വലിയൊരു അറ്റാക്ക് നിങ്ങൾക്ക് സൈബർ രീതിയിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിയും തിരിഞ്ഞും ഒക്കെ വന്നേക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ പ്രവീൺ തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞേക്കുന്ന ഒരു സാധനമുണ്ട്, ഈ ലാസ്റ്റ് ഈ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കുന്ന സാധനമുണ്ട്, ഈ ഒരു പോസ്റ്റ്, ഇത് റീച്ചിന് വേണ്ടിയിട്ട് ആൾക്കാർ വളച്ചൊടിക്കുന്നതൊക്കെ. ആൾക്കാർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാ ആൾക്കാരും നിങ്ങളുടെ കാര്യം എടുക്കുമെന്ന് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളിപ്പോ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു നോക്കോ നിങ്ങളിപ്പോ ഒരാളെ നോക്കുന്ന രീതി തന്നെ ആണെങ്കിൽ എല്ലാ ആൾക്കാരും ഒരേപോലെ എടുക്കണമെന്ന് നിങ്ങൾ ദയവ് ചെയ്ത് വാശി പിടിക്കരുത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും സംസാരിച്ചു, നിങ്ങൾ പറഞ്ഞതിൽ വിശ്വസിച്ച ഒരാൾക്കാര് എല്ലാവരും മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത്. പിന്നെ ഇപ്പം കുറെ ആൾക്കാർ ചോദിക്കാൻ പോകുന്നൊരു സാധനം ഉണ്ടായിരിക്കും, എടാ ഇനിയിപ്പോ സത്യം തെളിയുമ്പോഴത്തേക്കിന് നീ കുറെ കാര്യം പറഞ്ഞല്ലോ, അതായത് മാങ്ങ തേങ്ങ ചക്കാന്ന്. എനിക്ക് വലിയ ഒരു ഉളുപ്പം തോന്നാൻ പോകുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവീൺ ഈ പടച്ചുവിട്ട സാധനങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഒരേപോലെ, എന്തായാലും അവർക്ക് തോന്നാത്ത ഒരു സാധനം എന്തായാലും എനിക്ക് തോന്നേണ്ട ആവശ്യമില്ല. കൊച്ചു പറയുന്നത് കയ്യിൽ പ്രൂഫ് ഒന്നുമില്ല, അടി കൊണ്ട ആളാണെങ്കിൽ ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കാൻ ചോദിക്കുന്നുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് വളരെ കൃത്യമായിട്ട് കണ്ടതാണ്. കൈയുടെ ഇവിടെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ മുഴച്ച് ഇങ്ങനെ ചുമന്നിരിക്കുന്നത്, പിന്നെ അടിയൊക്കെ കിട്ടിയതിന്റെ പാടൊക്കെ കണ്ടതാണ്. അടി കിട്ടാത്ത ഒരാൾ വന്നിട്ട് വെറുതെ സ്വന്തമേ ഇങ്ങനെ ഇടിച്ചിട്ട് പിന്നെ വീഡിയോ എടുത്തിട്ട് ഗൈസ് എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കൂ. ഒരു ആൺകുട്ടി പബ്ലിക്കായിട്ട് വന്ന് ദേഹം പൊട്ടിയിരിക്കുന്നത് ഉൾപ്പെടെ കരഞ്ഞ് വീഡിയോ ചെയ്ത് വെച്ചത് അവൻ അത്രയും നാളെ സൂക്ഷിച്ചു വെച്ചു. എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാല് അവന്റെ മാതാപിതാക്കളാണ്, അനിയനാണ്. അപ്പൊ അത് പുറത്തു വിടണ്ട എന്ന് കരുതി. അപ്പൊ അതിനുശേഷവും അവർക്ക് എന്തോ ദുരനുഭവം ഉണ്ടായത് കൊണ്ടാണ് അവർ ആ വീഡിയോ പുറത്തു വിടുന്നത്. ആ ദുരനുഭവം എന്താണ്, നിങ്ങളൊരു വീഡിയോ ചെയ്ത് പുറത്തു വിട്ടു. പ്ലീസ് അടിയോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ, ഒരു മാറി താമസിച്ചല്ലോ, അടിയോ പ്രശ്നങ്ങൾ അപ്പൊ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇതിനൊരു കാരണം എന്ന് പറയുന്നത്, രണ്ടാമത് നിങ്ങളൊരു വ്ലോഗ് ചെയ്ത് വിട്ടതാണ്. അവർ രണ്ടാമത് ഈ വീഡിയോ, അവര് നിസ്സഹായ അവസ്ഥ അവർക്ക് കാണിക്കാൻ വേണ്ടിയാണ് അവർ ഈ വ്ലോഗ് ചെയ്ത് വെച്ചത്, പുറത്തു വിട്ടത്. നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആ പയ്യൻ അപ്പോഴും കാണിച്ചായിരുന്നു, ആ കുട്ടിയും കാണിച്ചായിരുന്നു, മൃദുലെ അമ്മയും അച്ഛനുമാണല്ലോ ഇത് പുറത്തു വിടണ്ടല്ലോ എന്നുള്ളത്. ഇത് എപ്പോഴെങ്കിലും ഒരു അവസരം വന്നാലോ എന്നുള്ളത് അവർ മുൻകൂട്ടി കണ്ടത് കൊണ്ടാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും ചമച്ചാൽ അവൻ ഈ പറഞ്ഞ പോലെ അവൻ ആരുമില്ല എന്നൊരു തോന്നല് അവന്റെ ഉള്ളിൽ തട്ടിയത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്. അതെ, ഇത് തന്നെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. ആ ഒരു വീഡിയോക്കകത്ത് എല്ലാവരും കണ്ടിട്ടുള്ളത് ഇങ്ങനെ അടി കിട്ടിയതിന്റെ പാടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് കൊച്ചു എന്ന് പറയുന്നു അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇടി കിട്ടിയ ഒരാൾ, ഇത്രയും ഇടി കിട്ടിയ ഒരാൾ അങ്ങനെ വന്ന് വീഡിയോ എടുക്കുന്നുള്ളത്. അങ്ങനെ കിട്ടിയ ഒരാൾ തന്നെയാണ് വന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ ആ വീഡിയോ എടുത്തതിന്റെ പിന്നാമ്പുറത്തെ കാര്യങ്ങളൊക്കെ ഇനി CBI അന്വേഷണം വരേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വഴക്ക് നടക്കുന്നെങ്കിൽ ഈ ഒരു അടി പ്രശ്നം, ഈ ഒരു പ്രശ്നം അല്ലാതെ എന്റെ വീട്ടിൽ വേറെ ഒരു പ്രശ്നം ഇന്നുവരെ ഉണ്ടാക്കി. അപ്പൊ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ടായി? എന്റെ വീട്ടിലെ അയൽവക്കാരും എല്ലാരും അറിയുന്നത് ഈ ആ ഒരു പ്രശ്നം അല്ലാണ്ട് ഞാൻ കയ്യിലിട്ടില്ല. ഞാൻ
എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെന്റെ നിസ്സഹായ അവസ്ഥ. ഞാൻ തല്ലിയിട്ടില്ല എന്ന് പറയുന്നത് 100%. പക്ഷെ എന്റെ കയ്യിൽ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അകത്ത് പോയേക്കാം. അങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ എനിക്കറിയാം ഇങ്ങനെ ഒരാൾ സ്ത്രീ വന്ന് ഇങ്ങനെ ഞാൻ എന്നെ തല്ലി അടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പ്രവീണിനെ തല്ലി എന്നുള്ളത് നേര് തന്നെ. എന്റെ അച്ഛനെ തല്ലിയ സമയത്ത് ഞാൻ തല്ലി, അത് നേര് തന്നെ. ഞാൻ മുതലേ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അത്രയ്ക്ക് വിവരമില്ലാത്തവനല്ല. ഞാൻ തല്ലിയിട്ടില്ല. എനിക്ക് പ്രൂവ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഓക്കെ, അപ്പം കൊച്ചു പറയുന്നത് കൊച്ചു തല്ലിയിട്ടില്ല, അത്രയ്ക്കും വിവരമില്ലാത്തൊരുത്തനല്ല, പ്രവീണിനെ തല്ലി, അതായത് സ്വന്തം ചേട്ടനെ തല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ വീഡിയോക്കകത്തും ഞാൻ ഈ വീഡിയോക്കകത്ത് സംസാരിച്ചപ്പോഴും മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ പ്രവീണിനെ തല്ലി എന്ന് പറഞ്ഞ സാധനമൊന്നും അല്ല എനിക്ക് പൊളിഞ്ഞിട്ടുള്ളത്. ഈ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള നിറവയറോട് കൂടെ നിൽക്കുന്ന മൃദുല എന്ന് പറയുന്ന ചേച്ചീനെ ഇതുപോലെ മർദ്ദിച്ചു അല്ലെങ്കിൽ ഈ പ്രതി തൊഴിച്ചു എന്ന് പറയുന്ന സാധനമാണ് എനിക്ക് പൊളിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കൊച്ചു പറയുന്നു ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, സ്വാഭാവികമായിട്ട് അത് തന്നെ ആയിരിക്കുമല്ലോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എനിക്ക് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ തെളിവുകൾ ഇല്ല എന്നും പറയുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇപ്പം മൃദുല എന്ന് പറയുന്ന ആ ഒരു ലേഡി പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ചേച്ചി പറയുന്ന ഒരു കാര്യം കളവാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. പറയുന്ന കാര്യം ഇങ്ങനെ തൊഴിച്ചു എന്ന് പറയുന്നത് വെറുതെ കള്ളം പറഞ്ഞെന്നിരിക്കട്ടെ. സ്വന്തം കുഞ്ഞ് വയറ്റിലൊരു കുഞ്ഞ് കിടക്കുകയാണ്. ആ കുഞ്ഞിനെ തൊട്ട് ആ കുഞ്ഞിനെ വയറ്റിലൊക്കെ തൊട്ടിട്ട് അയ്യോ വേദനിക്കും എന്നുള്ള രീതിയിലൊക്കെയല്ലേ പറഞ്ഞേ. ആ കുഞ്ഞിനെ തൊട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു പച്ച കള്ളം പറയാൻ, അതും ഇത്രയും വൈഡ് ഓഡിയൻസിലോട്ട് ഇങ്ങനെ ഒരു കള്ളം പറയാൻ അങ്ങനെ പറയാനും മാത്രം അത്രയ്ക്കും മനസ്സിന് ആ ഒരു കുഞ്ഞിനോട് സ്നേഹമോ അല്ലെങ്കിൽ ആത്മാർത്ഥത ഇല്ലാത്ത ഒരാളാണോ? ആ കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചിട്ട് കൂടിയില്ല. അതിന് മുന്നേ തന്നെ ഇന്നോ നാളെയോ കുഞ്ഞ് ജീവനോട് ഈ പറയുന്ന പോലെ ഭൂമിയിലേക്ക് കാല് കുത്തും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ആ ഒരു കുഞ്ഞിനെ തൊട്ട് അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനെ തൊട്ട് ഇത്രയും വലിയൊരു കള്ളം പറയുമോ? അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് എന്താണ് അങ്ങനെ പറയുന്നതെന്നുള്ളത്. അവൻ അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടൊരു വീഡിയോ. അപ്പം എനിക്ക് എന്റെ അച്ഛനൊക്കെ സാധാരണക്കാരൻ, ഞങ്ങൾ അച്ഛൻ പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ പറയുമ്പോ അച്ഛന്റെ മുഖത്ത് ബസ് ഇറങ്ങിയ സമയത്ത് ഒരു പെണ്ണുമ്പുള്ള വന്നു തുപ്പി, കാറ് തുപ്പി. ഈ കാറ് തുപ്പി എന്ന് പറയുന്ന സാധനം ശരിക്കും അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് ചെയ്യുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൾക്കാർ എന്തിനാ ഈ പബ്ലിക്കിൽ വന്നിട്ട് ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു പണ്ടത്തെ ഈ സീരിയൽ നടിമാരൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഇവരൊക്കെ പുറത്തോട്ടിറങ്ങുമ്പോൾ വില്ലൻ കഥാപാത്രങ്ങൾ വില്ലത്തി വേഷങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനെ പുറത്തിറങ്ങിയ ആൾക്കാർ കാണുമ്പോഴത്തേക്കിന് നുള്ളുക, പിച്ചുക, നമ്മളെ ദേഷ്യം പറയാൻ, നമ്മളെ എന്തെങ്കിലും വേണ്ടതിനും പറയാം എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. അന്ന് സീരിയൽ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന മാനസിക രോഗികളായിരുന്നു. ഇന്ന് ഈ ഫാമിലി വ്ലോഗ് കണ്ട് മാനസിക രോഗികളായിട്ട് വേറെ ഏതോ ട്രോമയിൽ എത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ സുരേന്ദ്ര വീഡിയോക്കകത്ത് പറയുന്നതാണ് നിങ്ങൾ റിയൽ ലൈഫല്ല റിയൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ എന്താ പറയാ അന്തമായി ടോക്സിക് രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് അതേപോലുള്ള ആൾക്കാരും അല്ലേ എനിക്ക് ഇത് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഞാൻ വീഡിയോ ഹോൾഡ് ചെയ്ത് പ്രവീണിനെ വിളിച്ച് ഞാൻ സംസാരിച്ച് അതിനുശേഷമാണ് പുറത്തു വയ്ക്കാൻ. എനിക്കത് ചെയ്തേ പറ്റുമെന്ന് ഞാൻ എന്റെ അവസ്ഥ കൊണ്ട് ആ സമയത്ത് എന്റെ അച്ഛനെയും അമ്മയും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. ആ സമയത്ത് പ്രവീണുമായിട്ട് വേറെ അവൻ അങ്ങനെ ഒരു അഡ്രസ്സിന്റെ പ്രശ്നം പറയേണ്ട ഒരാവശ്യം, അത് മാക്സിമം അത് സോൾവ് ആയി വന്ന പ്രശ്നമാണ്. എന്നിട്ടും അവൻ അങ്ങനെ പറഞ്ഞു ഞാൻ അവരെ സേവ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ആയിട്ട് വന്ന പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പൊ അന്നത്തെ ദിവസം എന്തായാലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പൊ ഇത് സോൾവ് ആയി വന്നൊരു പ്രശ്നമാണ്. എത്രയൊക്കെ സോൾവ് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന കൊച്ചു മൃദുലേശിനെ അല്ലെങ്കിൽ നിറവയറോടുകൂടി നിൽക്കുമ്പോൾ ചവിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതാണ്. ഞാൻ എന്റെ ചാനൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. അതിലെനിക്ക് ഒരു മാറ്റവും ഇല്ല. ഇപ്പം പലരും പറയുന്ന തെളിവുകളില്ല, ഈ ചവിട്ടുന്ന വീഡിയോ ഇല്ല എന്നുള്ളതാണ് ആൾക്കാർ പറഞ്ഞത്. ഈ ചവിട്ടുവന്ന് ഇങ്ങനെ മുൻകൂട്ടി പറഞ്ഞിട്ട് ആൾക്കാരാരെങ്കിലും വീഡിയോ എടുത്ത് വെക്കുവോ? ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേ പ്രവീരാണെങ്കിലും വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നില്ല ആ കുഞ്ഞിനെ വയറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനെ വെച്ചിട്ട് ഇതുപോലെ അത്രത്തോളം വലിയൊരു കളവ് പറയാനും മാത്രം തോന്നുമോ ഒരമ്മയ്ക്ക്? ഒരമ്മയാവാൻ പ്രിപ്പയർഡ് ആയിട്ട് 10 മാസം പ്രിപ്പയർഡായി ആ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനോട് ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത രീതിയിൽ ഇത്രയും വലിയൊരു പച്ചക്കള്ളം. ആ കുഞ്ഞ് ജനിച്ച് വീണതിന് ശേഷം ആ കുഞ്ഞ് വീട്ടിലിരുന്ന് എന്താ പറയാ ആ കുഞ്ഞിന്റെ കരച്ചിലൊക്കെ കേട്ടിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരല്ലേ ഇവര്. ഡെലിവറിക്ക് ശേഷവും ആണല്ലോ ഈ പറയുന്ന പോലെ ഈ ലാസ്റ്റ് ആ ഒരു അൺമാസ്കിംഗ് വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പൊ കുഞ്ഞ് വെളി വന്നതിന് ശേഷം ഇതേ സെയിം കള്ളം റിപ്പീറ്റ് ചെയ്യാൻ അവർക്ക് തോന്നുന്നു. അത്രയ്ക്കും ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു അമ്മയാണോ മൃദുല? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ പറഞ്ഞത് വെറുതെ ഒരു കള്ളം പറയാമോ? ഞാൻ ഇപ്പോഴും പറയുന്നൊരു സാധനമുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ സഹിക്കാനായിട്ട് ഇരിക്കുന്നത് ചവിട്ടി അത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നത്തിലോട്ട് പോയില്ല. സീരിയസ് ആയിരുന്നെങ്കിൽ ആശുപത്രി പോയാൽ ഓഫ്കോഴ്സ് സീരിയസ് ആയിരുന്നെങ്കിൽ ആശുപത്രി പോയേനെ. പക്ഷെ ചവിട്ടുന്ന എന്താ പറയാ അങ്ങനെ തൊഴിച്ചു അങ്ങനെ ഒരു ആക്ട് ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ദേഹത്ത് ആ പറയുന്ന വയറ്റിൽ ചവിട്ടിയിട്ടുണ്ടാവാം. ഈ പറയുന്ന പോലെ അത്രയും വലിയ രീതിയിൽ ഇമ്പാക്ട് ആ ഒരു ചവിട്ടിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. പല ആൾക്കാർക്ക് ഇപ്പോഴും വിഷമം പറയുന്നത് അങ്ങനെ ഒരു ചവിട്ട് കിട്ടിയെങ്കിൽ എന്തോ വലിയ മാരകമായിട്ട് സംഭവിക്കണം എന്നുള്ളതാണ് ആൾക്കാർ പറഞ്ഞു വെക്കുന്നത്.
റെക്കോർഡ് എന്ന് പറയുന്നത് പ്രവീൺ എന്റെ അച്ഛനെ തല്ലിയതിനു ശേഷം അമ്മ അയച്ച റെക്കോർഡാണ്. അത് പിറ്റേന്നോ അതിന് മുമ്പുള്ള ദിവസം ആ സമയങ്ങളിൽ ചെയ്ത ഓഡിയോ. അതായത് ഈ പറയുന്നത് പ്രവീണിന്റെ അമ്മയാണെങ്കിൽ ഇവരോട് വരണ്ട ഇറങ്ങണ്ട എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ സാധനം എന്താ പറയാ, നിങ്ങൾ ഇറങ്ങി പൊക്കോ എങ്ങനെയാന്ന് വരണ്ട എന്നൊക്കെ പറയുന്ന സാധനം ഇവര് ഈ ഒരു അന്നത്തെ വഴക്കിന് ശേഷമാണ് ഈ ഒരു അമ്മ സംസാരിക്കുക എന്നുള്ളതാണ് കൊച്ചു പറയുന്നത്. അന്നത്തെ ഒരു വോയിസ് റെക്കോർഡ് ഇങ്ങോട്ട് നമുക്ക് കേൾക്കാം. ഇപ്പം അങ്ങനെ ഒരു വഴക്കുണ്ടായി, മൃദുല എന്ന് പറയുന്ന ആ ഒരാള് വന്നു കയറിയ മരുമകൾ, ഇവര് പറയുന്ന പോലെ വന്നു കയറിയ മരുമകൾ അങ്ങനെ ഒരു വെറുതെ ഒരു കള്ളം പറയുന്നു, അതായത് ചവിട്ടി എന്നുള്ള രീതിയിൽ പറയുന്നു. ഇത് കേൾക്കുന്ന ഒരു അമ്മ പറയാൻ സാധ്യതയുള്ളൊരു കാര്യം എന്നുള്ള രീതിയിൽ ഇനി ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ട് നോക്കാം. പിന്നെ എന്തിനു വിളിക്കണം അവള്? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമുള്ള നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല. നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല. നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. ഓക്കെ, ഇപ്പം ഈ ഒരു സാഹചര്യത്തിലേക്കുമ്പോ അങ്ങനെ ഒരു കള്ളമായിരുന്നു പറഞ്ഞത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കള്ളമായിരുന്നു എന്ന് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഒരു അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരിക്കും അല്ലേ, ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരിക്കാം. അപ്പം ഞാൻ ആലോചിക്കുന്നു, അപ്പൊ പ്രവീൺ ഇതെല്ലാം ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ അൺമാസ്കിങ് എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം ഈ ഡ്രാമയ്ക്ക് മുകളിലുള്ള ഡ്രാമയാണോ? കാര്യം കേരളത്തിലെ ഇവരുടെ ഈ ഒരു ഇഷ്യൂ, ഫാമിലി ഇഷ്യൂ അറിയാത്ത ഒരൊറ്റ മലയാളികളില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മലയാളികളും അറിഞ്ഞിട്ടുള്ള, എല്ലാ മലയാളികളും വിശ്വസിച്ച ഒരു ഇഷ്യൂ ആണിത്. അപ്പം ഇതൊരു ഡ്രാമയാണെന്നാണോ പറഞ്ഞു വരുന്നത്? എനിക്കറിയാൻ മേലത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കൂട്ടുന്നത്? അതിനുശേഷം അമ്മ വിളിക്കാറുണ്ടായിരുന്നു, പ്രവീണായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു, കുഞ്ഞിന്റെ കാര്യം തിരക്കാറുണ്ടായിരുന്നു, കുഞ്ഞിന്റെ ഫോട്ടോ അയച്ചു തരുമായിരുന്നു. ഇത് അന്നത്തെ കാര്യമാണ്. അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലും ചാറ്റ് ഉണ്ട്. അല്ല, അമ്മയ്ക്ക് ഈ ഫോട്ടോസ് ഇട്ട് കൊടുക്കണതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എടീ, ഈ വിഷയങ്ങളൊക്കെ നടന്നതിന് ശേഷം കൊച്ചു ഈ പറയുന്ന കാര്യം എന്ന് വെച്ചാല് പ്രവീൺ അതിനുശേഷം അമ്മയ്ക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. എടീ, ഇത് എന്തിത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്ത് എല്ലാരെയും കബളിപ്പിച്ച് പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണോ? പ്രവീൺ എന്ന് പറഞ്ഞ കാര്യം മൊത്തം കള്ളമായിരുന്നു. അപ്പോ അത് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഒരു കുടുംബം കരയുന്ന സീൻ എടുത്തിട്ട് കഴിഞ്ഞാൽ റീച്ച് കിട്ടും. സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ അത് റീച്ച് കിട്ടില്ല. അപ്പോ അതിനുവേണ്ടി അവരെ ഞാൻ തെറ്റു പറയുന്നില്ല, അവരുടെ ഉപജീവനാണ്. പക്ഷെ അതെന്താണെന്ന് കൂടി ഈ പറയുന്ന മേഖലയിലുള്ളവരൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ശരിയാണ്, മാഡം പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇപ്പൊ എല്ലാ ആൾക്കാരെയും പൊട്ടന്മാരാക്കുന്ന പരിപാടിയുടെ ഇവർ രണ്ടു കൂട്ടർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ, ഇപ്പൊ ആരെ വിശ്വസിക്കണം, ആരെ നമ്മുടെ എന്നുള്ളൊരു വലിയൊരു കൺഫ്യൂഷൻ ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് ഇപ്പൊ മാഡം പറഞ്ഞ ഒരു കാര്യമുണ്ട്, കരച്ചിലാണ് അപ്പം ആൾക്കാർ റീച്ച് കൂടുതലാണ്. ശരിയാണ്, കരച്ചിൽ തന്നെയാണ്. ഇത് കച്ചവടം ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് കരച്ചിൽ. നിങ്ങൾ TV ഷോസ് തന്നെ നോക്കിയാൽ മനസ്സിലായി. ഈ കരയുന്ന കുറച്ച് വലിയ ആക്ടേഴ്സ് ആണെങ്കിലും എങ്ങനെ സെന്റി സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനെ ഓവർഡോസ് ഓഫ് BGM സ്ലോ മോഷൻ ഒക്കെ കയറ്റി TV ചെയ്യുന്ന പരിപാടിയില്ലേ, കാര്യം എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന സെന്റി മൂഡ് സാധനം നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ അറിയാം. നമ്മുടെ ഈ കഥയല്ല ഇത് ജീവിതം എന്ന് പറയുന്ന പരിപാടി, വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് തല്ലിപ്പിരിയാൻ നിൽക്കുന്ന വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്ന് നാട്ടുകാരെ മൊത്തം ഈ വിഷയമൊക്കെ അറിയുന്ന പരിപാടിയായിരുന്നു കഥയല്ല ഇത് ജീവിതം എന്ന് പറയുന്നത്. എന്തായാലും അത്രയും വലിയ പരിപാടിയൊന്നും ഇവിടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും അത്രത്തോളം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇവര് ഏറ്റവും കൂടുതൽ ഇവർ ഈ ഒരു സങ്കടം, വിഷമം ഇതൊക്കെ ഏറ്റവും കൂടുതൽ കച്ചവടമാക്കിയിട്ടുള്ളതും അവർ തന്നെയാണ് അല്ലെ. അവര് കച്ചവടമാക്കി, സോ നമ്മളും കച്ചവടമാക്കുന്നു. ഇതിൽ പ്രത്യേകിച്ച് എന്താ പറയാ, റിഗ്രറ്റും കാര്യം ആർക്കും തോന്നേണ്ട ആവശ്യമില്ല. അവരിപ്പോ പറഞ്ഞൊരു ഡ്രാമയായിരിക്കും. ആ ഡ്രാമയാണെങ്കിൽ തന്നെ എന്താണ്, ഇവിടെ ഈ ഡ്രാമ വെച്ചിട്ട് എത്രയോ ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോക്ക് ആൾക്കാരിലോട്ട് അധികം വീഡിയോ എത്തിച്ച് കാര്യങ്ങളൊക്കെ നല്ലൊരു മോണിറ്ററി ബെനിഫിറ്റ് ഒക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പൊ നിങ്ങളിപ്പം ഡ്രാമ ആയിക്കോട്ടെ, നിങ്ങൾ ഇപ്പോഴും അങ്ങനെ ഈ ഒരു ഡ്രാമയാണെങ്കിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതി എന്ന് പറഞ്ഞാൽ വ്യൂവേഴ്സിന്റെ അടുത്താണ്. അത് മാത്രമല്ല, ഇത്രയും വ്യൂവേഴ്സിനെയൊക്കെ പൊട്ടന്മാരാക്കി ഒരുമാതിരി ഇത്രയും നാളും നിങ്ങളെല്ലാവരും വിശ്വസിച്ച വ്യൂവേഴ്സിനെയൊക്കെ ഒരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ നിങ്ങൾ കാണുന്ന പോലത്തെ ഒരു പരിപാടി തന്നെയാണ്. ഭാഗത്തുനിന്ന് ചില പുള്ളി അറിയാതെ തന്നെ പുള്ളിയുടെ വായിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഒരു കുടുംബമാകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വഴക്കുകളാണ്. ഇതിനകത്ത് ചെറിയ അമ്മ, അച്ഛൻ, അനിയൻ, ചേട്ടൻ ചേട്ടത്തിയമ്മ എന്നുള്ളൊരു ബന്ധമാണ് ഇതിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാ 4 ചുമരിന്റെ ഉള്ളിൽ തീർന്നു പോകേണ്ട സംഭവങ്ങളാണ്. അത് ഇവര് ഫേമസ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ടും അനിയന് ചേട്ടനോട് തോന്നിയ ഒരു ചെറിയ ഈഗോ ആയിരിക്കാം. ഈ കാര്യം ഇവരുടെ ഈ ഈഗോ എന്നുള്ള സാധനം ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഈ കൊച്ചുവിന്റെ വീഡിയോ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ സാധനമാണ്, ഇത് ഈഗോ ആണ്, ഈഗോയുടെ ഒരു സാധനങ്ങളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടെന്നുള്ളത് പറഞ്ഞ. അപ്പൊ കുറെ ആൾക്കാർ വന്ന് കമന്റ് ബോക്സിൽ ഇങ്ങനെ കൊണകൊണടിച്ചു തന്നിട്ട് ഈഗോ, നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. അപ്പോഴാണ് മറ്റേ പ്രവീണിന്റെ അൺമാസ്കിങ് വീഡിയോ വന്നത്. അപ്പം എല്ലാവരും നീ എന്തിനാ കൊണകൊണടിക്കുന്നു, നീ കാര്യം അറിയാതെ സംസാരിക്കലെന്നൊക്കെ പറഞ്ഞു. അന്ന് നമുക്ക് തോന്നിയ സാധനമാണ് ഈ ഈഗോ സാധനങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് ഇത് വളർന്ന് വലുതായിട്ട് ഇത്രയും വലിയൊരു വിഷയത്തിലോട്ട് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഓക്കെ, അത് നമ്മൾ അന്നേ പറഞ്ഞ സാധനമാണ്. അച്ഛൻ വളരെയേറെ ദുഃഖത്തോടുകൂടി കരഞ്ഞിട്ടാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോ അതില് കുറ്റബോധം ഉണ്ടാവാം.
കുറ്റബോധവും പിന്നെന്താ പറയാ മനസാക്ഷി കുത്തുള്ള ഒരാൾക്കാണ് സങ്കടപ്പെട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ലാസ്റ്റ് ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞേക്കുന്ന ഒരു സാധനവും ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാല് കൊച്ചു ഇതുപോലെ ഇവരെ തല്ലി അതാണ് ഇത്രയും പൊളിയെന്നുള്ളത്. ഇപ്പം അച്ഛൻ ഈ പറയുന്ന പോലെ പ്രവീണിനെ തള്ളി അത് നമുക്ക് വിഷയമല്ല. അച്ഛൻ മകൻ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തീർക്കാനുള്ള വിഷയം തല്ലി തീരുക, ഏതെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കുക ഒരാൾ ചാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു അച്ഛൻ ഈ പറയുന്ന സ്വന്തം മകനെ തല്ലി ഇറക്കി വിട്ടു, ഈ കാര്യങ്ങൾക്കൊക്കെ പശ്ചാത്താപം തോന്നി, ഇങ്ങനെയൊക്കെ തോന്നിയെന്നുണ്ടെങ്കിൽ ഓക്കെ, നല്ലത് തന്നെയാണ്. കാരണം ഇങ്ങനെ തിരിച്ചറിവ് ഏത് മനുഷ്യനും ഏത് പ്രായത്തിലും നല്ലത് തന്നെയാണ്. എന്ന് വെച്ചിട്ട് മുൻകാലങ്ങളിൽ വലിയ തെറ്റുകൾ ചെയ്തു വലിയ ക്രിമിനൽസിനെ പോലും പിന്നീട് അവർ പൊതുസമൂഹത്തിലോ ഇറങ്ങുമ്പോഴത്തേക്കിന് ഇവർ മുമ്പ് ഇങ്ങനെ ചെയ്ത ആൾക്കാരല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് വീണ്ടും അതേ ക്രിമിനൽ മൈൻഡിലൂടെ തന്നെ പോകും. ഒരിക്കലും നമ്മൾ അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ തിരുത്താൻ അവർക്കൊരു അവസരം അവരിത് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. ഇനി പ്രവീൺ ഈ മാഡത്തോട് സംസാരിക്കുന്ന കുറച്ച് ഓഡിയോ കേൾപ്പിക്കാം. മെന്റൽ സ്റ്റേറ്റ് അവരുടെയും വളരെ മോശമായിരുന്നു. കാരണം ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഓക്കെ ആയി, കുഞ്ഞു വന്നപ്പോ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ വീണ്ടും ഈ ഒരു അവരുടെ സൈഡിൽ ഇങ്ങനെ ഉണ്ടായപ്പോ തെറ്റ് ചെയ്യും ഇത്രയും സഫർ ചെയ്തിട്ടും പിന്നെ സൊസൈറ്റിയുടെ മുമ്പിൽ അവൾ തന്നെ തെറ്റുകാരിയായപ്പോ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം അവൾ തന്നെയാണ് പറഞ്ഞത് എനിക്ക് സത്യം നാട്ടിൽ എല്ലായിടത്തും അറിയണമെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ എനിക്കും തോന്നി ഉറപ്പായിട്ട് അത് എത്തിക്കണമെന്ന്. അതുകൊണ്ടാണ് അവർക്ക് അതിൽ വേറെ പരാതിയോ കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് ഉണ്ടായ ഒരു അലിഗേഷൻ മാറ്റണം, അവരുടെ പേരിലുണ്ടായ ഒരു തെറ്റിദ്ധാരണ മാറ്റണം എന്നുള്ളതാണ്. ഈ ഒരു അലിഗേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അഡ്രസ് ഇല്ലാത്തൊരു കുഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു സാധനം പടച്ചു വിട്ടത്? നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബുദ്ധിയില്ല, നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബോധമില്ല. നിങ്ങൾക്ക് ഈ കുഞ്ഞിന് അഡ്രസ് ഇല്ലാണ്ടാക്കി എന്ന് പറയുന്നൊരു സാധനം ഇടുമ്പോഴത്തേക്കിന് ആൾക്കാർ ഇത് ഓഡിറ്റ് ചെയ്യും, ഇതിനെ ഏതൊക്കെ രീതിയിൽ വളച്ചൊടിക്കും, ഏതൊക്കെ രീതിയിൽ ആൾക്കാർ കാണും, കണ്ടെത്തുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും. അത്രയ്ക്ക് ബുദ്ധിയില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന ഹേറ്റ് കാര്യങ്ങൾ അവരോട്ട് പോയി അവരിതിന്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വന്നു. പിന്നെ നിങ്ങൾക്ക് ഇത് പറയേണ്ടി വന്നു. ഇതൊക്കെ സത്യം പറയാമല്ലോ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഇങ്ങോട്ട് പറഞ്ഞ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ സാധനത്തിന് റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ സാധനം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നിങ്ങൾ ചെയ്ത സമയത്ത് ഇത്രമാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഈ പറയുന്ന ഞങ്ങൾക്ക് എല്ലാ ഫാമിലിയും ഉള്ള പോലത്തെ കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഞങ്ങൾക്കിടയിലും ഉണ്ട്. ഐ ഹോപ്പ് യു ഗൈസ് വിൽ അണ്ടർസ്റ്റാൻഡ്. അത്രയും പറഞ്ഞ് നിർത്തിയാൽ മതി. വേറെ അതിനകത്ത് കൂടുതൽ ക്ലാരിഫിക്കേഷന്റെ ഒരാവശ്യവുമില്ല. അപ്പം കൊച്ചു തന്നെ പിന്നെ വീഡിയോക്കകത്ത് പറയുന്നത് എടാ നീ അഡ്രസ്സിന്റെ സാധനം പറയേണ്ടതെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾക്കിടയിൽ മാത്രം നിന്നേനെ. ആ സാധനം കൂടെ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വലിയ രീതിയിൽ നിങ്ങളുടെ കുടുംബ പ്രശ്നം മറ്റേ നാഷണൽ ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, അല്ല ഞാൻ ആക്ച്വലി ഓക്കെ നിയമപരമായിട്ട് ഓക്കെ, ബട്ട് എനിക്കിപ്പോ ഇതിന്റെ അതേപോലെ സ്ട്രെസ് ആയിരിക്കും. ഇതിനിടയിൽ എനിക്ക് നടക്കാൻ താല്പര്യമില്ല, നമുക്ക് ഒട്ടും താല്പര്യമില്ല. നമുക്ക് ഞാനിപ്പോ ഒരു വീട് പോകുന്നതായിട്ട് വീട് എടുക്കുന്ന കാര്യത്തിലൊക്കെ നടക്കും. ഇപ്പൊ എനിക്ക് വരുന്നത് സംസാരിക്കുന്നത് ആണ്ട് വരുന്നതിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിയമപരമായിട്ട് എനിക്ക് ഇതുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് എനിക്കും നമുക്കും താല്പര്യമില്ല. ഇങ്ങനെ നോക്കാൻ തന്നെ അവിടെ വേറെ ആരും രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഞാൻ വൈഫിനെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം പ്രവീണ് നിയമപരമായിട്ട് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഈ പറയുന്ന പോലെ സ്വന്തം ഭാര്യ ആ ഒരു ലേഡി ഇത് പൂർണ്ണ ഗർഭിണിയായിട്ട് നിൽക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ചവിട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കേസും കാര്യങ്ങളൊക്കെ പോകേണ്ടത് തന്നെയാണ്. അതിൽ ഒരു ദാക്ഷിണ്യം കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പുറത്തെ കൊച്ചു പറയുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അതിന് തെളിവുകളില്ല എന്നൊക്കെ ഉള്ളത്. പിന്നെ ഈ പറയുന്ന പ്രവീൺ അത്ര നല്ല പുള്ളിയൊന്നുമല്ല. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം ഇതേ ഷർട്ട് ഇട്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് ഒരാൾ ഇട്ടേക്കുന്ന ഒരു കമന്റ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ കസിനെ ആണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് എല്ലാം കയറിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന കാര്യം രണ്ട് കൈ കൂട്ടിമുട്ടാതെ അടി ഉണ്ടാവത്തില്ല. അപ്പുറത്തെ ഭാഗം നമ്മൾ കേൾക്കേണ്ടതാണ്. ഇവർക്ക് പറയാനും എന്തെങ്കിലും ഇവരുടെ വശമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ലാസ്റ്റ് ഈ പറയുന്ന പോലെ ഇവരുടെ ആ ഒരു റീൽ ഷൂട്ട് ചെയ്യാനെ കൊണ്ട് കുറച്ച് ബ്യൂട്ടീഷ്യൻസ് രണ്ടുപേരാണെങ്കിൽ ഇവരുടെ വീട്ടിലോട്ട് പോയ അന്നത്തെ ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട്. അതുകൂടെ ഇവിടെ വെച്ചിട്ട് ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പൊ അവർ പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഗോപ്രോ മച്ചാന്റെ ചാനലിലുണ്ട് ആ ഒരു വീഡിയോ, ഗോപ്രോ റിയാക്ടിനകത്തുണ്ട്. അപ്പം ആ ഒരു അതിനകത്ത് പറയുന്നുണ്ട് പ്രവീൺ ആണെങ്കിൽ മൈൻഡ് പോലും കാണിക്കുന്നില്ല, പക്ഷെ കൊച്ചുവാണെങ്കിൽ മടിയനാണെന്നൊക്കെ ഉള്ളത് അറിയാം. അപ്പം പ്രവീണിനെ പറ്റിയിട്ട് അത്ര നല്ലതൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരാണ് ഇവിടെ ശരിക്കും ഡ്രാമ കളിക്കുന്നത് എന്നുള്ളത് ശരിക്കും നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അവരാണോ അല്ലെങ്കിൽ ഇവരാണോ എന്ന് നിങ്ങൾ ഈ വ്യൂവേഴ്സ് ഇപ്പം ചിന്തിക്കുന്ന ഒരു സാധനം. ഇന്നലെ വരെ ആണെങ്കിൽ പ്രവീണിന്റെ ഭാഗത്ത് ആയിരുന്നു ശരിയെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോ കൊച്ചിന്റെ ഈ വോയിസ് കേൾക്കുമ്പോൾ വിചാരിക്കും കൊച്ചിന്റെ ഭാഗത്താണ് ശരിയെന്ന് വിചാരിക്കുന്നു. ഇനി നാളെ അടുത്ത അപ്പുറത്തുനിന്ന് മറ്റൊരു വീഡിയോ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു സാധനം കേൾക്കുമ്പോൾ വിചാരിക്കും പ്രവീണിന്റെ ഭാഗത്താണ് ശരിയെന്ന് വിചാരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ട് കിടക്കും. ഇനി സത്യം അല്ലെങ്കിൽ ഈ ഒരു സത്യം തെളിയിക്കാൻ സത്യം പറഞ്ഞാൽ CBI അന്വേഷണം വരേണ്ടത് ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു ടോപ്പിക്ക് ഇവിടെ നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പുല്ല് വൈകിടെ ഇത് തന്നെ എല്ലാ ദിവസവും ഇത് നോക്കിക്കൊണ്ടിരിക്കണം. അടുത്ത കണ്ടന്റ് വന്ന് ഇതിന്റെ സാധനം വന്നൊക്കെ പറഞ്ഞിട്ട് 2-3 കണ്ടന്റ് പെൻഡിങ് കിടക്കുക. അത് ചെയ്യാനൊക്കെ 2-3 ദിവസം കൊണ്ട് വിചാരിക്കും, പക്ഷെ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും എന്റെ കൊടയടികൾ ഇനിയും തുടരുന്നതായിരിക്കും. കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക. കൂടെ നിൽക്കുന്നവരോട് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ശരി, ബൈ.